പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഒരു 4 ഏക്കർ സ്ഥലമാണ് നമ്മൾ ഇന്ന് വീഡിയോയിലൂടെ നിങ്ങളെ പരിചയപ്പെടുത്താൻ പോകുന്നത്. നമ്മളിപ്പോൾ ഈ കാണുന്ന റോഡ് ഇത് നമ്മുടെ സ്ഥലത്തേക്കുള്ള റോഡാണ്. ഈ റോഡ് നേരെ തൊട്ട് മുമ്പിൽ ബസ് റൂട്ടാണ്. ബസ് റൂട്ടിലേക്കാണ് ഈ റോഡ് പോകുന്നത്. ബസ് റൂട്ട് നേരെ നമ്മുടെ സ്ഥലത്തിലേക്ക് വെട്ടിയ റോഡാണ് നിങ്ങൾ ഈ വീഡിയോയിൽ കാണുന്നത്. അത് നല്ല വീതിയിലാണ്, ഒരു 12 അടിയോളം വീതിയിലാണ് നമ്മൾ ഈ റോഡ് വെട്ടിയിട്ടുള്ളത്. നമ്മൾ ഈ റോഡിന്റെ ലെഫ്റ്റ് സൈഡിൽ നിങ്ങൾ കാണുന്നതാണ് നമ്മുടെ സ്ഥലം. ഇവിടെ നമ്മുടെ സ്ഥലം തുടങ്ങുന്നുണ്ട്. റൈറ്റ് സൈഡിലൊക്കെ വേറെ സ്ഥലങ്ങളാണ്. ഇവിടെ നിങ്ങൾ ഇങ്ങനെ വേലിക്കല്ല് കാണുന്നുണ്ടാവും. ഇതന്നെയാണ് നമ്മൾ അതിര് വരുന്നത്. അപ്പോൾ അതിരിലൂടെയാണ് ഈ റോഡ് വെട്ടിയിട്ടുള്ളത്. നമ്മുടെ സ്ഥലത്തിന്റെ ഉള്ളിലൂടെയാണ് ഈ റോഡ് പോകുന്നത്. വലത്ത് സൈഡിലൊക്കെ ഇതുപോലെ നല്ല തോട്ടങ്ങളാണ്, നല്ല പ്രൈവസിയാണ്. അതുപോലെ ഒരു രക്ഷയില്ലാത്ത വ്യൂ ഉണ്ട് കേട്ടോ. വ്യൂ ഒക്കെ നിങ്ങളെ കാണിക്കുന്നുണ്ട്. അതുപോലെ നല്ല തണുപ്പും കോടയൊക്കെ ഉള്ള സ്ഥലമാണ്. നേരെ നമുക്ക് മുമ്പിലേക്ക് ഇങ്ങനെ പോയി നോക്കാം. അപ്പോൾ നമ്മൾ ഈ കാണുന്ന റോഡ് ഇതിന്റെ സ്ഥലത്തിന്റെ ലാസ്റ്റ് ഭാഗം വരെ റോഡ് വെട്ടിയിട്ടുണ്ട്. നല്ല എർത്ത് വർക്ക് ചെയ്തിട്ടുണ്ട്. ഇതിന്റെ 2 ഭാഗത്തൂടെ റോഡ് ഇങ്ങനെ ഇട്ടിട്ടുണ്ട്. ലാസ്റ്റ് ഭാഗം വരെ നമുക്ക് വാഹനം എത്താനുള്ള നല്ല സൗകര്യം ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഈ ലെഫ്റ്റ് സൈഡിലേക്കാണ് നമ്മളിപ്പോൾ ഈ സ്ഥലം ഇങ്ങനെ കിടക്കുന്നത്. നമുക്ക് മുകളിലേക്ക് അങ്ങോട്ട് കുറച്ച് ദൂരേക്ക് പോകാനുണ്ട്. നമ്മൾ ജസ്റ്റ് ഈ റോഡിൽ നിന്ന് നിങ്ങളെ കാണിക്കുന്നുള്ളൂ. മുകളിലേക്ക് കുറച്ച് കൂടുതൽ സ്ഥലമുണ്ട്. നമ്മളെ സ്ഥലം മുകളിലേക്കാണ് ഇങ്ങനെ കിടക്കുന്നത്. അപ്പോൾ ഇത് 4 ഏക്കർ സ്ഥലമാണുള്ളത്. നമ്മളങ്ങനെ കുറച്ചിങ്ങനെ മുമ്പിലേക്ക് വന്നിട്ടുണ്ട്. നമ്മുടെ ഈ സ്ഥലത്ത് പകുതി ഭാഗത്തോളം റബ്ബറാണുള്ളത്. നല്ല റബ്ബറാണ്, വെട്ടാനായ റബ്ബറാണ്. ഇത് കഴിഞ്ഞാൽ പിന്നെ കുറച്ച് ഭാഗത്ത് കാപ്പിയുണ്ട്, അതുപോലെ കവുങ്ങുണ്ട്, അതുപോലെ വലിയ മരങ്ങളൊക്കെ ഇതിലുണ്ട്. നമ്മളെ സ്ഥലത്തു നിന്നുള്ള വ്യൂ ആണ് നിങ്ങൾ വീഡിയോയിൽ ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കുന്നത്. ചുറ്റിലും ഇതുപോലെ നല്ല വ്യൂ ആണ്, ഫോറസ്റ്റിന്റെ വ്യൂ ആണ് കിട്ടുന്നത്. ഈ ചുറ്റിലും നമ്മൾ ഈ ഫോറസ്റ്റ് ഉള്ളത് കൊണ്ട് ഏത് സമയത്തും നല്ല കൂളിംഗ് ആണ്. ഇവിടെ ഉച്ച ടൈമിലാണ് നമ്മൾ ഏകദേശം ഇവിടെ നിൽക്കുന്നത്. ഒരു ഉച്ച 2 മണിയൊക്കെ ആയിട്ടുണ്ടാവും. ഈ ടൈമിൽ പോലും നമുക്ക് നല്ല തണുപ്പാണ് ഇവിടെ വന്നു കഴിഞ്ഞാൽ. ഈ ഫോറസ്റ്റിന്റെ വ്യൂ നമുക്ക് കിട്ടുന്നുണ്ടെങ്കിലും നമ്മൾ അതിരിൽ ഫോറസ്റ്റ് വരുന്നില്ല. അതിരിൽ വേറെ പ്രൈവറ്റ് പ്രോപ്പർട്ടിയാണ് വരുന്നത്. ഇതുപോലെ നല്ല കാപ്പിത്തോട്ടമൊക്കെയാണുള്ളത്. അത് കഴിഞ്ഞിട്ട് ആണ് നമ്മൾ ഈ ഫോറസ്റ്റ് വരുന്നത്. അതുകൊണ്ട് നമുക്ക് മറ്റ് നിർമ്മാണ നിയന്ത്രണങ്ങളോ അങ്ങനത്തെ ഫോറസ്റ്റിന്റെ പ്രശ്നങ്ങളോ ഒന്നും നമ്മളെ ബാധിക്കുന്നില്ല. മുകൾ ഭാഗം കണ്ടില്ലേ, ഇവിടെയൊക്കെ നമുക്ക് റിസോർട്ടുകൾ, അതുപോലെ ഹോം സ്റ്റേ, വില്ലകൾ, ഹട്ടുകൾ എല്ലാം അടിക്കാം. എന്തിനും പറ്റുന്ന സ്ഥലമാണ്. നല്ല ഭംഗിയായിരിക്കും. നല്ല വ്യൂ നമുക്ക് ഇവിടുന്ന് ഇങ്ങനെ കിട്ടും. നമുക്ക് ജസ്റ്റ് സൂം ചെയ്തൊന്ന് കണ്ടു നോക്കാം. കണ്ടില്ലേ, ഇതുപോലെ നല്ല വ്യൂ ആണ്. എല്ലാ ഭാഗത്തേക്കും നമുക്ക് ഈ വ്യൂ ഇങ്ങനെ കിട്ടും. അതുപോലെ നമ്മളെ ഈ സ്ഥലം ഫാമിന്റെ ആവശ്യക്കാർക്ക്, അതുപോലെ കൃഷി ചെയ്യാൻ താല്പര്യമുള്ളവർക്ക്, അങ്ങനെയുള്ള ആളുകൾക്കൊക്കെ പറ്റുന്ന സ്ഥലം കൂടിയാണ്. വില കുറഞ്ഞ സ്ഥലമാണ്. അതുപോലെ നല്ല വളക്കൂറുള്ള മണ്ണാണ് ഈ ഭാഗത്തേക്കൊക്കെ. അങ്ങനെ നമ്മൾ ഈ സ്ഥലത്തിന്റെ ഏകദേശം ഒരു സെൻട്രൽ ഭാഗത്ത് എത്തിയിട്ടുണ്ട്. ഇവിടുന്ന് നമ്മുടെ സ്ഥലം കുറച്ച് താഴ്ഭാഗത്തേക്ക് വരുന്നുണ്ട്. ഈ റോഡിന്റെ താഴത്തേക്ക് കുറച്ച് ഭാഗം വരുന്നുണ്ട്. നമ്മളിപ്പോൾ വന്ന റോഡാണിത്. ഇത് നേരെ ഇങ്ങനെ സെൻട്രലിലൂടെ ഇങ്ങനെ ലാസ്റ്റ് ഭാഗം വരെ പോകുന്നുണ്ട്. അതുപോലെ താഴത്തേക്ക് വരെ റോഡ് ഇട്ടിട്ടുണ്ട്. ഇവിടെ നമ്മുടെ സ്ഥലം താഴേക്ക് മുകളിലേക്കും ആയിട്ടുണ്ട്. അപ്പൊ നമുക്ക് ആ താഴത്തേക്കുള്ള റോഡിലൂടെ ഇങ്ങനെ ഒന്ന് പോയി നോക്കാം. താഴ്ഭാഗത്തേക്ക് ചെറിയൊരു ചെരിവുണ്ട്. എന്നാലിത് തട്ടുകളായിട്ടാണ് നമ്മുടെ ഈ സ്ഥലം ഉള്ളത്. അതുകൊണ്ട് തന്നെ നമുക്കിവിടെ ഹട്ടുകളും വില്ലകളൊക്കെ അടിക്കാൻ പറ്റും. നല്ല രീതിയിൽ തന്നെ ഇവർ ഹെർത്ത് വർക്കൊക്കെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഈ സ്ഥലത്തിന്റെ ലൊക്കേഷൻ വരുന്നത് വയനാട് ജില്ലയിലാണ്. സുൽത്താൻ ബത്തേരിന്റെ ഒക്കെ പരിസരത്താണ്. സുൽത്താൻ ബത്തേരിന്റെ ഒരു 7 കിലോമീറ്ററിന്റെ ചുറ്റളവിലുള്ള സ്ഥലമാണ് ഈ സ്ഥലം. നല്ല സൗകര്യമുണ്ട്. ബസ് റൂട്ട് നേരെ നമ്മുടെ സ്ഥലത്തിലേക്കാണ് റോഡുള്ളത്. മുമ്പിൽ ബസ് റൂട്ടാണുള്ളത്. എല്ലാ സൗകര്യങ്ങളും ഉണ്ട്. നല്ല പ്രൈവസി ഇവിടെ ഉണ്ട്. പരിസരത്തൊക്കെ നല്ല തോട്ടങ്ങളൊക്കെയാണ്. നല്ല പ്രൈവസി ഉണ്ട്. കറണ്ട് കണക്ഷൻ അടുത്ത് തന്നെ ഉണ്ട്. അതുപോലെ വെള്ളത്തിനും സൗകര്യമുണ്ട്. വെള്ളം നമുക്ക് നേരെ താഴേക്ക് ഇറങ്ങി കഴിഞ്ഞാൽ ഇതിന്റെ ലാസ്റ്റ് ഭാഗത്ത് നമ്മളിപ്പോൾ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്ന റോഡിന്റെ ലാസ്റ്റ് ഭാഗത്ത് വെള്ളത്തിന് നല്ല സൗകര്യമുണ്ട്. കിണർ ഒഴിക്കാം, ബോർവെൽ അടിക്കാൻ, അതിനുള്ള സൗകര്യങ്ങളൊക്കെ ഉണ്ട്. നമ്മൾ ഈ സ്ഥലം ഇങ്ങനെ ചെറിയ ചെരിവുള്ളത് കൊണ്ട് തന്നെ നമുക്ക് ഈ വില്ലകൾ, ഹട്ടുകളൊക്കെ അടിച്ചു കഴിഞ്ഞാൽ നമുക്ക് എല്ലാത്തിനും ഒരേ വ്യൂ ഇങ്ങനെ കിട്ടുമേ മുമ്പിലേക്ക്. ഒന്നിന് താഴെ ഒന്നായിട്ട് വരുന്നതുകൊണ്ട്
വ്യൂ നമുക്ക് നഷ്ടപ്പെടില്ല. എല്ലാത്തിനും ഒരേ വ്യൂ അങ്ങനെ കിട്ടുക, അതൊക്കെ ഇതിൻ്റെ ഒരു പ്രത്യേകതയാണ്. നമ്മളിപ്പോൾ വന്ന റോഡ് ഏകദേശം ഇവിടെ വരെ റോഡ് എത്തിയിട്ടുണ്ട്. ഈ കാണുന്ന നിങ്ങളിപ്പോൾ ഇത് കാപ്പി ഇങ്ങനെ കാണുന്നുണ്ടോ മുമ്പിൽ? ഈ കുറഞ്ഞ കാപ്പി ഈ ഭാഗമൊക്കെ നമ്മളെ ഈ സ്ഥലത്തിൽപ്പെട്ടതാണ്, 4 ഏക്കറിൽപ്പെട്ടതാണ്. താഴെ നിന്നും നമുക്ക് ഇതേ ഒരു വ്യൂ കണ്ടില്ലേ? മുകളിൽ നമുക്ക് എങ്ങനെയാണോ വ്യൂ കിട്ടുന്നത് അതുപോലെ തന്നെ താഴ്ഭാഗത്തു നിന്നും ആ വ്യൂ ഇങ്ങനെ കിട്ടുന്നുണ്ട്. ഇവിടെ ഇങ്ങനെ കുറച്ച് മരങ്ങളാണ് ഈ ഇടത്ത് സൈഡിലേക്ക്. നമ്മളെ സ്ഥലത്തിന്റെ താഴ്ഭാഗത്താണുള്ളത്. വീണ്ടും നമ്മൾ കുറച്ച് മുകളിലേക്ക് തന്നെ വന്നിട്ടുണ്ട്. നമ്മൾ ഫസ്റ്റ് വന്ന റോഡ്, ഈ കാണുന്ന റോഡ്, ഇതിങ്ങനെ സെൻട്രലിലൂടെയാണ് ഇപ്പോൾ ഈ റോഡ് പോകുന്നത്. ഇത് നമ്മുടെ സ്ഥലത്തിന്റെ ലാസ്റ്റ് അതിര് വരെ ഉണ്ട്. നമുക്ക് ഈ റോഡിലൂടെ ഒന്ന് മുമ്പിലേക്ക് പോയി നോക്കാം. അപ്പോൾ ഇത് പേപ്പറൊക്കെ പക്ക ക്ലിയർ ഉള്ള ഭൂമിയാണ്, WCS പട്ടയാണ്. നമുക്ക് നിർമ്മാണത്തിനൊന്നും ഒരു പ്രശ്നമില്ലാത്ത പേപ്പറൊക്കെയാണ്. ഈ സ്ഥലം അങ്ങനെ ലെഫ്റ്റ് സൈഡിലേക്ക് മുകളിലേക്ക് കുറച്ച് ദൂരൊക്കെ അങ്ങനെ മുകളിലേക്ക് പോകാനുണ്ട്. നമ്മൾ പറഞ്ഞ പോലെ നമ്മൾ ജസ്റ്റ് ഇവിടെ നിന്ന് കാണിക്കുന്നതാണ്. മുകളിലേക്ക് കൂടുതൽ സ്ഥലം കിടക്കുന്നത് മുകൾ ഭാഗത്തേക്കാണ്. ഈ ഭാഗത്തേക്കൊക്കെ കുറച്ച് കവുങ്ങുകളുണ്ട് ഇവിടെ, അതുപോലെ വലിയ മരങ്ങളൊക്കെ ഇവിടെ ഈ ഭാഗത്തേക്കുണ്ട്. നമുക്കിതിന്റെ കാലാവസ്ഥയാണ് എടുത്തു പറയാനുള്ളത്. നല്ല തണുത്ത കാറ്റാണ് ഇവിടെ വന്നു കഴിഞ്ഞാൽ. ഈ ചുറ്റിലും നമ്മൾ ഈ ഫോറസ്റ്റ് കിട്ടുന്നതുകൊണ്ട് തന്നെ ഏത് സമയത്തും നല്ല തണുത്ത കാറ്റാണ് ഇവിടെ അനുഭവപ്പെടുന്നത്. നല്ല ചൂടുള്ള ടൈമാണ് ഇപ്പോൾ, ഏകദേശം ഒരു ഉച്ച ടൈമിലാണ് നമ്മളിവിടെ ഉള്ളത്. ഈ സമയത്ത് പോലും നമുക്ക് നല്ല തണുപ്പാണ് ഇവിടെ വന്നു കഴിഞ്ഞാൽ കിട്ടുന്നത്. നല്ല തണുത്ത കാറ്റാണ് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നത്. ഭാഗത്തൊക്കെ കണ്ടില്ല, നല്ല കുറച്ച് വലിയ മരങ്ങളൊക്കെയാണ് ഈ ഭാഗത്തേക്കുള്ളത്. അപ്പോൾ നമ്മുടെ സ്ഥലം ടോട്ടൽ 4 ഏക്കർ സ്ഥലമാണുള്ളത്. വയനാട് ജില്ലയിലാണ്, സുൽത്താൻ ബത്തേരി ഭാഗത്താണുള്ളത്. എല്ലാ സൗകര്യങ്ങളും ഉണ്ട്, സൂപ്പർ വ്യൂ ആണുള്ളത്, നല്ല പ്രൈവസി ഉണ്ട്. ബസ് റൂട്ട് നേരെ നമ്മുടെ സ്ഥലത്തിലേക്കാണ് എൻട്രൻസ് ഉള്ളത്. അങ്ങനെ എല്ലാ സൗകര്യങ്ങളും ഉണ്ട്. പേപ്പർ ക്ലിയറുള്ള ഭൂമിയാണ്. നമ്മൾ പറഞ്ഞ പോലെ റിസോർട്ടിന്റെ ആളുകൾക്ക്, ഹോം സ്റ്റേ, വില്ലകൾ, ഹട്ടുകൾ, അതുപോലെ ഫാമിന്റെ ആളുകൾക്ക്, ഇനി കൃഷി ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് എല്ലാവർക്കും പറ്റുന്ന നല്ല സ്ഥലമാണ്. അപ്പോൾ ഈ സ്ഥലത്തിന് ഇവർ ആവശ്യപ്പെടുന്നത് 22 ലക്ഷം രൂപയാണ്. ഏക്കർക്ക് 22 ലക്ഷം രൂപയാണ്. വിലയൊക്കെ നെഗോഷ്യബിൾ ആണ്. നല്ല ഭൂമിയാണ്. അപ്പോൾ ഇത് സ്വന്തമാക്കാൻ താല്പര്യമുള്ളവരുണ്ടെങ്കിൽ വിളിക്കുക. നമ്മളങ്ങനെ അതിരിലെത്തിയിട്ടുണ്ട്. ഈ റോഡ്, നമ്മൾ വന്ന റോഡ് അവിടെ ഈ അതിര് വരെ എത്തിയിട്ടുണ്ട്. നമ്മൾ ലാസ്റ്റ് അതിരിലാണ് നിൽക്കുന്നത്. ഇതാണ് നമ്മൾ അതിര്. ഇവിടെ സൈഡിലൂടെ ഒക്കെ വേലിക്കല്ല് ഇങ്ങനെ പോകുന്നതാണ്. ഇതിന്റെ തൊട്ടപ്പുറത്ത് ഇതുപോലെ നല്ല റബ്ബർ തോട്ടാണ്. ഇവിടെയൊക്കെ നല്ല പ്രൈവസിയാണ് ഉള്ളത്. ഇവിടെ നിന്നൊക്കെ നമുക്ക് ആ ഫോറസ്റ്റിന്റെ വ്യൂ ഇങ്ങനെ കിട്ടുന്നുണ്ട്, ലാസ്റ്റ് ഭാഗത്തു നിന്നൊക്കെ കിട്ടുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് സൗകര്യം. അപ്പോൾ ഇത് സ്വന്തമാക്കാൻ താല്പര്യമുള്ളവരുണ്ടെങ്കിൽ വിളിക്കുക. നമ്മളെ വീഡിയോ ഇഷ്ടമായാൽ നിങ്ങൾ ലൈക്കും ഷെയറൊക്കെ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ഇതുപോലത്തെ നല്ല നല്ല വീഡിയോസ് ഒക്കെ ലഭിക്കാനായി ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ഒക്കെ ചെയ്യുക.